ഇപ്പോഴേയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. നിവിന് പോലീസ് സ്റ്റേഷനിൽ പോയി വിനീതിനെ കാണാൻ പറ്റിയില്ല. ആ സമയത്ത് രാജേശ്വരി നിവിനെ റൂമിൽ അടച്ചിട്ടിരിക്കുവായിരുന്നു. പിന്നീട് ഗംഗയും കാവേരിയും നിവിനും കൂടി സ്നേഹതീരം വീട്ടിലേക്കാണ് വരുന്നത്. നിവിനെ കാണുന്ന ശാരദ ചോദിക്കാണ്, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ ഞങ്ങളെ സഹായിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോ. അപ്പൊ ഗംഗയും കാവേരിയും ശാരദയോട് പറയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടാ നിവിൻ ഇവിടേക്ക് വന്നത്. നിവിൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് യമുനയെ തിരിച്ചു കിട്ടില്ലായിരുന്നു. എന്നിട്ട് നിവിൻ പറയാണ്, ആന്റി വിഷമിക്കൊന്നും വേണ്ട, വിനീതിനെ നമുക്ക് കേസിൽ നിന്നും രക്ഷിക്കാം. എന്റെ ജയപാലൻ അങ്കിള് നിങ്ങളോടുള്ള വാശി കാരണമാണ് വിനീതിന്റെ പേരിൽ കേസ് കൊടുത്തത്. വിശാലിനെ അടിച്ചതിന്റെ പേരിൽ ആണെങ്കിൽ ഞാനും അവനെ അടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും നാളെ ഒരു വക്കീലുമായി പോയി വിനീതിനെ പുറത്തിറക്കാം. എല്ലാവരും വിഷമിക്കാതെ ഇരി എന്ന് പറഞ്ഞിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത്. ഗംഗ വിനീതിനെയും ഓർത്ത് വിഷമിച്ചിരിക്കാണ്. നിവിന്റെ ഒപ്പമുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരയാണ് ഗംഗ. അപ്പൊ കാവേരി വന്ന് ഗംഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗംഗ ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് നാളെ എന്തായാലും വിനീതേട്ടനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കാം. ചേച്ചി വിഷമിക്കാതെ ഇരി, നാളെ വക്കീലുമായി പോയാൽ വിനീതേട്ടനെ രക്ഷിക്കാൻ പറ്റും. ഗംഗ അപ്പോ കാവേരിയോട് പറയാണ്, വിനീതേട്ടൻ പാവാണ് കാവേരി, അവര് വിനീതേട്ടനെ അടിക്കോ? അപ്പൊ കാവേരി പറയുന്നുണ്ട്, അവര് അടിക്കൊന്നുമില്ല ചേച്ചി, വിഷമിക്കാതെ ഇരി. ഗംഗ അപ്പോ സങ്കടത്തിൽ പറയാണ്, എന്നെ വിനീതേട്ടൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ വിനീതേട്ടന് ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കാരണമാണ് വിനീതേട്ടൻ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നേ എന്നും പറഞ്ഞു കരയാണ് ഗംഗ. അപ്പൊ കാവേരി പറയാണ്, ചേച്ചി എന്ത് ഈ പറയുന്നേ? ചേച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിലും വിനീതേട്ടൻ ഇങ്ങനെ തന്നെയേ ചെയ്യൂ. ചേച്ചി എന്തിനാ ഇങ്ങനെ ഓരോന്ന് വിചാരിക്കുന്നേ? ഗംഗ കരയുന്നേ കണ്ടിട്ട് കാവേരിക്കും വിഷമാവുണ്ട്. എന്നിട്ട് ഗംഗയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കാവേരി. എന്നിട്ട് കാവേരി ഗംഗയോട് പറയാണ്, നമുക്ക് നാളെ വക്കീലുമായി പോയി നടന്ന കാര്യങ്ങളൊക്കെ സാറിനോട് പറയാം. അപ്പോ എന്തായാലും വിനീതേട്ടനെ വെറുതെ വിടും. ഗംഗ അപ്പോ കാവേരിയോട് പറയാണ്, അതൊന്നും പറയാൻ നിൽക്കണ്ട കാവേരി, യമുനയ്ക്ക് അത് വീണ്ടും വലിയ പ്രശ്നമായി മാറും. അല്ലെങ്കിൽ തന്നെ യമുന ഈ നടന്ന സങ്കടങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആളെ മൈൻഡ് തന്നെ ഓക്കെ അല്ല ഇപ്പോ. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾക്ക് മറുപടി പറയാൻ പോലും പറ്റൂല. അവളുടെ മാനസികാവസ്ഥ കൂടി നോക്കണ്ടേ നമ്മള്. ഈ ഒരു കേസിന്റെ പേരില് യമുനയെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കണ്ട. വിനീതേട്ടനും എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ കാരണം യമുനയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന്. നിങ്ങൾ ആരും എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. യമുനയെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണ്ട, അവള് പാവാണ് എന്നാണ് വിനീതേട്ടൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗംഗ പൊട്ടിക്കരയാണ്. അപ്പൊ കാവേരിയും ഗംഗയുടെ അവസ്ഥ കണ്ട് സങ്കടാവുണ്ട്. എന്നിട്ട് കാവേരിയോട് പറയാണ്, നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ജയബാലനാണ്. നമ്മളാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു നടക്കുവല്ലേ ആ ജയബാലൻ. വിനീതേട്ടനെ നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കാതെ ഇരി, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. എന്തായാലും നാളെ വക്കീലുമായി സംസാരിക്കാന്നല്ലേ നിവിൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗംഗയെ ആശ്വസിപ്പിക്കുകയാണ് കാവേരി. എന്നിട്ട് കാവേരി യമുനയുടെ അടുത്തേക്ക് പോവാണ്. യമുനയും ഒരു സ്ഥലത്തിരുന്ന് ഈ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. യമുനയും വിചാരിക്കുന്നത് ഞാൻ കാരണമാണ് വിനീതേട്ടനും ഈ അവസ്ഥയിലായത് എന്നൊക്കെ ഓർത്ത് സങ്കടത്തിലാണ് യമുനയും ഇരിക്കുന്നത്. അപ്പോഴാണ് കാവേരി യമുനയ്ക്ക് ഫുഡുമായി വരുന്നത്. അപ്പോ യമുന പറയാണ്, എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞ് വിഷമിച്ചെന്നേ ഇരിക്കാണ്. കാവേരി അപ്പോ പറയാണ്, നീ 2-3 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നീ ഇത് കഴിക്കി. ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, എല്ലാം ശരിയാകും. നീ ഇത് കുറച്ചെങ്കിലും കഴിക്കി. അപ്പോ യമുന ചോദിക്കാണ്, വിനീതേട്ടൻ ഇപ്പോഴും വന്നില്ലാലോ ചേച്ചി.
വിനീതേട്ടൻ രാവിലെ ആകുമ്പോ വരും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ ഈ ഫുഡ് കഴിച്ചേ എന്ന് പറയാണ് കാവേരി. അപ്പോ യമുന സങ്കടത്തിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് കാവേരിയോട് പറയാണ്, ഞാൻ കാരണമല്ലേ വിനീതേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തേ. അപ്പൊ കാവേരി പറയുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ, വിനീതേട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ അതൊക്കെ ഓർത്ത് വിഷമിക്കാതെ ഇരി. അപ്പൊ യമുന പറയാണ്, ചേച്ചി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അതിനുള്ള ശിക്ഷ ഞങ്ങൾ തന്നെ അനുഭവിക്കുന്നു. തെറ്റ് ചെയ്തത് ആ വിശാലല്ലേ, എന്നിട്ട് അവൻ ഒരു പ്രശ്നമില്ലാതെയല്ലേ നടക്കുന്നേ, അവനൊരു സങ്കടവുമില്ല, ഒരു കുറ്റബോധവുമില്ല, അവൻ ഇപ്പോഴും ഹാപ്പി ആയാണ് നടക്കുന്നേ എന്ന് പറഞ്ഞ് സങ്കടത്തിൽ പൊട്ടിക്കരയാണ് യമുന. അപ്പൊ കാവേരി പറയുണ്ട്, അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല യമുന, പിന്നെ എന്തുകൊണ്ടാ ചേച്ചി വിശാലിന്റെ മേൽ കംപ്ലൈന്റ് കൊടുക്കാത്തെ. അപ്പൊ കാവേരി പറയാണ്, അവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്താൽ നീയും സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരില്ലേ, നിനക്കത് വലിയ പ്രശ്നമാകുന്നു കരുതിയാ. അപ്പൊ യമുന പറയാണ്, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം ചേച്ചി, എനിക്കൊരു പ്രശ്നവുമില്ല, അവന്റെ മേൽ എന്തായാലും കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. അപ്പോ കാവേരി പറയാണ്, അല്ല യമുന, നീ സ്റ്റേഷനിലേക്ക് വന്ന അവര് ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അത് നിനക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരൂല. അത് കുഴപ്പമില്ല ചേച്ചി, അവൻ എന്തായാലും സ്റ്റേഷനിൽ കയറ്റണം എന്ന് തന്നെ പറയാണ് യമുന. അപ്പൊ കാവേരി പറയാണ്, വിനീതേട്ടനെ നാളെ പോയി നീ അത് വിചാരിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അപ്പൊ യമുന പറയാണ്, അതുകൊണ്ട് മാത്രമല്ല ചേച്ചി എന്ന് പറഞ്ഞ് വിശാല് യമുനെ അടിച്ചതിന്റെ പാട് കാണിച്ചു കൊടുക്കാണ് കാവേരിക്ക്. അത് കണ്ട് കാവേരി ഞെട്ടാണ്. എന്നിട്ട് യമുനയോട് ചോദിക്കാണ്, എന്താടി ഇത്, വിശാല് നിന്നെ ഇങ്ങനെ അടിച്ചിരുന്നോ, നീ എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളോടൊന്നും ഇത്ര ദിവസമായിട്ടും പറയാഞ്ഞേ എന്ന് പറഞ്ഞ് സങ്കടത്തിൽ കാവേരിയും കരയാണ്. യമുന ഇത്രയും നാളും ആരോടും പറയാതെ ആ വേദന സഹിച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് കാവേരിയോട് നടന്ന സംഭവങ്ങളൊക്കെ യമുന പറഞ്ഞു കൊടുക്കാണ്. വിശാലി എന്നെ അടിക്ക മാത്രമല്ല ചേച്ചി ചെയ്തേ, എന്നെ ഉപദ്രവിച്ചു. എനിക്ക് അവനോടുള്ള വിശ്വാസമാണ് അവൻ നശിപ്പിച്ചത്. ഞാൻ അവനെ വിശ്വസിച്ചാ കൂടെ പോയത്. നമ്മുടെ അച്ഛന്റെ തോട്ടം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാ ഞാൻ അവനെ വിശ്വസിച്ചു കൂടെ പോയത്. അവിടെ എത്തിയപ്പോൾ അവൻ എന്നെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു ചേച്ചി. എന്നെ വിട് എന്ന് പറഞ്ഞ് എത്ര തവണ ഞാൻ അവന്റെ മുന്നിൽ കരഞ്ഞൂന്നറിയോ. പക്ഷെ അവൻ അത് മൈൻഡ് പോലും ചെയ്തില്ല. രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതെ ഡോറും തട്ടിയിരിക്കുവായിരുന്നു. അവൻ വരുമ്പോ ഞാൻ അവനോട് പറയുമായിരുന്നു, എന്നെ വീട്ടിൽ കൊണ്ടയാക്കി, എന്നെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാകും, എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ് രാത്രി മുഴുവനും ഉറങ്ങാതെ കതകിന് തട്ടുവായിരുന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ ഇട്ട് ഒരുപാട് അടിക്കുമായിരുന്നു ചെയ്ത്. ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ഒരുപാട് എന്നെ തല്ലി എന്ന് കരഞ്ഞോണ്ട് പറയാണ് യമുന. കാവേരിക്ക് ഇതൊക്കെ കേട്ട് യമുനയെ കണ്ട് സങ്കടാവുണ്ട്. നീ ഇത്രയും വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ യമുന പറയാണ്, ഞാൻ കാരണം നിങ്ങൾ എല്ലാവരും വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യാതെ വിനീതേട്ടനും ശിക്ഷ അനുഭവിക്കുന്നു. എല്ലാ തെറ്റും ചെയ്ത് വിശാല് പുറത്ത് സന്തോഷിച്ചു നടക്കുന്നു. നമുക്കും നീതി വേണ്ട ചേച്ചി. സ്റ്റേഷനിലേക്ക് ഞാൻ എന്തായാലും വരും. ഞാൻ കംപ്ലൈന്റ് കൊടുത്തോളാം ചേച്ചി. അവരെന്നോട് എന്ത് മോശമായി ചോദിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ വിശാലിനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ചേച്ചി. എന്റെ അനുഭവം ഇനി ഒരു പെണ്ണിനും വരരുത് എന്ന് പറഞ്ഞ് കാവേരിയുടെ കൈ പിടിച്ച്, ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ ചേച്ചി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരയാണ് യമുന. യമുനയുടെ അവസ്ഥ കണ്ട് കാവേരിക്കും വിഷമാവുണ്ട്. എന്നിട്ട് കാവേരി യമുനയോട് പറയാണ്, നീ വിഷമിക്കണ്ട, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഇനി നിന്റെ കൂടെ ഉണ്ടാകൂ. നമുക്ക് എന്തായാലും വിശാലിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിന്നെ അവൻ ഇത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞ് സങ്കടത്തില് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ യമുനയും കാവേരിയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ചെല്ലാണ്. നിവിനും അപ്പോ തന്നെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഫോണില് വക്കീലുമായി സംസാരിക്കാണ് നിവിൻ. അപ്പോഴാണ് കാവേരിയെയും യമുനയും നിവിൻ കാണുന്നത്.
എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, നീ എന്തിനാ യമുനയെ കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പൊ കാവേരി പറയണ്ട്, നമ്മൾ സത്യം പറയാത്തത് കൊണ്ടല്ലേ അവര് വിനീതേട്ടനെ കള്ളം പറഞ്ഞ് കേസിൽ കുടുക്കിയത്. അതുകൊണ്ട് എന്താ ശരിക്കും നടന്നേ എന്ന സത്യം പറയാൻ പോവാണ്. നിവിൻ അപ്പൊ ചോദിക്കാണ്, അപ്പോ നിങ്ങൾ വിശാലിന്റെ മേല് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണോ? വീട്ടിലെല്ലാവരും ഇതിന് സമ്മതിച്ചോ? എല്ലാവരും ഈ കാര്യം ഓർത്ത് പേടിച്ചിരിക്കുവല്ലായിരുന്നോ? യമുന അപ്പൊ പറയാണ്, വിനീതേട്ടൻ പാവാണ് ചേട്ടാ. വിനീതേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് ജയിലിൽ കിടക്കുന്നേ? അപ്പൊ കാവേരിയും പറയാണ്, വിനീതേട്ടന് നമുക്ക് എന്തായാലും പുറത്തു കൊണ്ടുവരണം. യമുന അനുഭവിച്ച വേദനയ്ക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞ് കാവേരിയും യമുനയും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പോവാണ്. വിനീതേട്ടനെ കണ്ട് യമുന വിനീതേട്ടന്റെ കൈയും പിടിച്ച് കരയാണ്. യമുന എന്നിട്ട് വിനീതേട്ടനോട് സോറി, ഞാൻ കാരണല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. യമുനയെ കണ്ട് വിനീതേട്ടൻ ചോദിക്കാണ്, നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നേ? അപ്പൊ യമുന പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ വിനീതേട്ടൻ ഇവിടെ നിൽക്കുന്നത്. വിനീതേട്ടൻ പാവാണ് എന്നും പറഞ്ഞ് വിനീതേട്ടന്റെ കൈയും പിടിച്ച് കരയാണ് യമുന. വിനീത് അപ്പോ കാവേരിയോട് ചോദിക്കാണ്, നീ എന്തിനാ യമുനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ ഗംഗയോട് പറഞ്ഞതായിരുന്നല്ലോ ഈ പ്രശ്നത്തിലേക്ക് യമുനയെ കൊണ്ടുവരണ്ടാന്ന്. കാവേരി അപ്പോ വിനീതിനോട് പറയാണ്, ഞങ്ങൾ സത്യം പറയാൻ വന്നതാണ് വിനീതേട്ടാ. യമുന എന്നിട്ട് വിനീതേട്ടനോട് പറയാണ്, വിശാലാണ് തെറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറയാം വിനീതേട്ടാ. അവനെ രക്ഷിക്കാൻ വിനീതേട്ടൻ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നേ? അപ്പോ വിനീതേട്ടൻ യമുനയോട് പറയാണ്, അതൊന്നും വേണ്ട യമുന, നിനക്ക് ഇത് കാരണം വലിയ പ്രശ്നം ഉണ്ടാകും. എന്റെ കാര്യം വിട്, എന്നെ നിവിൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും. നിങ്ങൾ ഇപ്പോ വീട്ടിലേക്ക് പോ. കാവേരി അപ്പോ വിനീതേട്ടനോട് പറയാണ്, വിനീതേട്ടൻ എന്തിനാ പേടിക്കുന്നേ? അപ്പോ നിവിൻ പറയാണ്, വിശാലിന്റെ മേല് കംപ്ലൈന്റ് കൊടുത്താൽ ജയപാലൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിവിൻ അപ്പോ വിനീതിനോട് പറയാണ്, എന്നിട്ട് ഇപ്പോ വെറുതെ ഇരുന്നിട്ടാണല്ലോ ജയപാലൻ കാരണം നീ ഇപ്പോ ഇവിടെ കിടക്കുന്നേ. അപ്പോ നിവിൻ പറയാണ്, നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താൽ യമുനയ്ക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാകൂലേ? നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണ്ട, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോ. അപ്പൊ കാവേരി പറയാണ്, ഞങ്ങൾക്ക് ഇപ്പോ വിനീതേട്ടൻ പറയുന്ന കേൾക്കാൻ പറ്റൂല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന യമുന അനുഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ വിശാൽ എന്തായാലും അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ യമുനയും പറയുന്നുണ്ട്, എന്നെ വിശാൽ ഒരുപാട് അടിച്ചിട്ടുണ്ട് വിനീതേട്ടാ. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഹാപ്പിയായി നടക്കുവാണല്ലോ. അപ്പൊ നിവിൻ യമുനയോട് ചോദിക്കാണ്, നിനക്ക് കംപ്ലൈന്റ് അല്ലേ കൊടുക്കണ്ടേ? നമുക്ക് വിശാലിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് യമുനയും കാവേരിയും കൂടി സാറിന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് സാറിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് യമുന. അപ്പൊ സാറ് ചോദിക്കാണ്, വിശാലാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോയത് എന്നല്ലേ പറഞ്ഞേ? മാർത്താണ്ഡം വരെ നീ അവന്റെ ഒപ്പം പോയി. നീയും അവന്റെ ഒപ്പം സന്തോഷത്തോടെയല്ലേ പോയേ? അത് കേട്ട് യമുന പൊട്ടിക്കരയാണ്. എന്നിട്ട് സാറിനോട് പറയാണ്, ഞാൻ അവന്റെ ഒപ്പം സന്തോഷിക്കാനല്ല പോയത് സാറേ. എന്റെ അച്ഛനിൽ നിന്നും വാങ്ങിയ പണത്തിന്റെ ഡീറ്റെയിൽസ് പറയാം, അതെനിക്ക് തിരിച്ചു തരാം എന്നൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് അവൻ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ഞാനത് വിശ്വസിച്ചിട്ട് അവന്റെ ഒപ്പം പോയതും. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്നെ ചതിക്കുവായിരുന്നു എന്ന്. അവിടെ എത്തിയപ്പോൾ അവൻ എന്നെ ഒരു റൂമിൽ പൂട്ടിയിടുവായിരുന്നു. എന്റെ ഫോണിലും ചാർജ് ഇല്ലായിരുന്നു. എന്റെ ഫോണും അവൻ തട്ടിപ്പറിച്ചു വാങ്ങി. അപ്പോ സാറ് പറയാണ്, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് കേട്ട് വീണ്ടും യമുന കരഞ്ഞോണ്ട് പറയാണ്, അവൻ എന്നെ അടിച്ചു സാറേ, എന്നെ ഒരുപാട് തല്ലി. സാറിന് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലേ എന്ന് പറഞ്ഞ് വിശാല് അടിച്ച് ഉപദ്രവിച്ചതിന്റെ പാട് കാണിച്ചു കൊടുക്കാണ് യമുന. അപ്പോഴാണ് നിവിനും വിനീതും വിശാല് യമുനയെ ഇങ്ങനെ അടിച്ചിരുന്നു എന്ന് അറിയുന്നത്. അത് കേട്ട് സാറിനും അവിടെയുള്ള വേറെ സാർമാർക്കും യമുനയെ കണ്ട് പാവം തോന്നുകയാണ്. സാർക്ക് അപ്പോഴാണ് യമുന പറഞ്ഞത് സത്യമാണെന്ന് വിശ്വാസം വരുന്നത്. എന്നിട്ട് വിശാലിനെ ഓർത്ത് ദേഷ്യം വരുന്നുണ്ട് സാറിന്. എന്നിട്ട് യമുന പറഞ്ഞ കംപ്ലൈന്റ് സ്വീകരിക്കാണ്. എന്നിട്ട് വിശാലിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിവിന് അഡ്വക്കേറ്റിനെ കൂട്ടി വിനീതിനെ കേസിൽ നിന്നും മോചിപ്പിക്കുന്നൊക്കെയുണ്ട്. വിനീത് എന്നിട്ട് പുറത്തു വന്നിട്ട്
കാവേരിയോട് ചോദിക്കുകയാണ്, ഗംഗയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പൊ കാവേരി പറയാണ്, അവള് ഇന്നലെ മുതൽ കരയുമായിരുന്നു വിനീതേട്ട. വിനീത അപ്പൊ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഗംഗയെ ഓർത്തിരിക്കുമായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഗംഗ എന്റെ കയ്യും പിടിച്ച് കരയുമല്ലായിരുന്നോ? എനിക്ക് അവളെ കണ്ടപ്പോ പാവം തോന്നി. അവൾ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കരഞ്ഞപ്പോഴും എനിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഗംഗയെ ഓർത്ത് സങ്കടപ്പെട്ട് കരയാണ് വിനീത്. അത് കാണുന്ന നിവിനും കാവേരിക്കും യമുനയ്ക്കും വിഷമാവുണ്ട്. എന്നിട്ട് കാവേരി അവരോട് പറയാണ്, നിങ്ങൾ എന്തിരുന്നാലും യമുനയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പാടില്ലായിരുന്നു. എന്നെ നിവിൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കുമായിരുന്നു. അപ്പൊ കാവേരി പറയാണ്, അത് വിട് വിനീതേട്ട, അവൻ യമുനയോട് ചെയ്തതിന് വിശാൽ എന്തായാലും അനുഭവിക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ യമുനയുമായി പോലീസ് സ്റ്റേഷനിലാക്കിയാണ് വന്നത് എന്ന കാര്യം വീട്ടിലാർക്കും അറിയൂല. അത് ആരും അറിയണ്ടെന്ന് പറയാണ് കാവേരി. എന്നിട്ട് വിനീത് യമുനയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. നീ പേടിക്കണ്ട യമുന, എല്ലാം ശരിയാകും, ഞങ്ങളൊക്കെ കൂടെയുണ്ടല്ലോ. എന്നിട്ട് വിശാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുവാണ്. വിശാലിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിനീതിന്റെ വല്ല കേസിന്റെ കാര്യം ചോദിക്കാൻ വന്നതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും ഇല്ലാതെയാണ് ആ പോലീസുകാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. സാറ് അച്ഛനെ കാണാൻ വന്നതാണോ എന്നും പറഞ്ഞ് ആ പോലീസുകാരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വിശാല്. ജയപാലൻ വന്ന് സാറിനോട് ചോദിക്കുകയാണ്, എന്താ സാറേ വന്നേ, കേസിന്റെ കാര്യമായിട്ട് വന്നതാണോ? അപ്പോ ഇൻസ്പെക്ടർ പറയാണ്, ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, വിശാലിനെതിരെയാണ് കംപ്ലൈന്റ്. അത് കേട്ട് ജയപാലനും വിശാലും പ്രവീണയും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് കംപ്ലൈന്റിന്റെ ഒരു കോപ്പി ജയപാലിനെ കാണിക്കുകയാണ് ആ പോലീസ്. എന്നിട്ട് ആ ഇൻസ്പെക്ടർ പറയാണ്, നിങ്ങളുടെ മകൻ വിശാല് യമുനയെ തട്ടിക്കൊണ്ടു പോവുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവര് കംപ്ലൈന്റ് തന്നത്. അപ്പൊ ജയപാലൻ ചോദിക്കുകയാണ്, ആ യമുനയും കാവേരിയും കൂടി വന്നിട്ടാണോ സാറിന് കംപ്ലൈന്റ് തന്നത്? നീ എന്തുകൊണ്ടാണ് ആ കംപ്ലൈന്റ് സ്വീകരിച്ചേ? അപ്പൊ ആ പോലീസ് പറയാണ്, നിന്റെ മകൻ ഉപദ്രവിച്ച പെൺകുട്ടി നേരിട്ട് വന്നിട്ടാണ് കംപ്ലൈന്റ് തന്നത്. അത് മാത്രമല്ല, നിന്റെ മകൻ അവളെ ഉപദ്രവിച്ചതിന്റെ തെളിവും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശാലിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വിശാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.